ഫ്രണ്ട്സ്, ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ +1 ഒരു ചാപ്റ്റർ 5 തൊട്ട് C++ന്റെ ബേസിക്സ് പഠിച്ചു വരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഈ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാമിങ്ങിന്റെ എല്ലാ ബേസിക്സും നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഫസ്റ്റ് വൺ, ടോക്കൺസ്. നിങ്ങൾ +1 ചാപ്റ്റർ 5 ബേസിക്സ് പഠിച്ചിട്ടുണ്ട്. ടോക്കൺസ് എന്തൊക്കെയാണ്, ടോക്കൺസിന്റെ യൂസ് എന്തൊക്കെയാണ്. മെയിൻ ആയിട്ട് നമ്മൾ 5 ടോക്കൺസ് ആണ് പഠിച്ചിട്ടുള്ളത്. 5 ടൈപ്സ് ഓഫ് ടോക്കൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഏതൊക്കെയാ? ഐഡന്റിഫയർ, ലിറ്ററൽ, കീവേഡ്, പഞ്ച്വേറ്റർ, ഓപ്പറേറ്റർ. ഇത്രയും ടോക്കൺസ് പഠിച്ചു. ഇനി ടോക്കൺസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് എന്താണ്? ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് എത്ര ടൈപ്പ് ഉണ്ട്? പ്രൈമറി ഡാറ്റ ടൈപ്പും ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇതിനകത്ത് പ്രൈമറി ഡാറ്റ ടൈപ്സ് ആണ് നമ്മുടെ ബേസിക് ഡാറ്റ ടൈപ്സ്, ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ വോയിഡ് ഒക്കെ. പിന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അറേ. പിന്നെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് നമ്മുടെ +2 തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച നമ്മുടെ സ്ട്രക്ചേഴ്സും. ഇനി ഡാറ്റ ടൈപ്സ് കഴിഞ്ഞു. കൺട്രോൾ സ്ട്രക്ചേഴ്സ്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഹൈറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും. ഇതിനകത്ത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇഫ് സ്റ്റേറ്റ്മെന്റ്, എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ എൽസ് ഇഫ് ലാഡർ. അതുകൂടാണ്ട് മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യാനായിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. പിന്നെ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററും പഠിച്ചു. മറ്റേ ടെർണറി ഓപ്പറേറ്റർ വരുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്ററും പഠിച്ചു. ദെൻ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരികയാണെങ്കിൽ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. അടുത്തത് ഇത് കൂടാണ്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി പഠിച്ചു. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, എക്സിറ്റ് ഫംഗ്ഷൻ, ദെൻ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെയൊക്കെ യൂസ് ഏതാണെന്നും പഠിച്ചു. അടുത്തത് അറേസ്. അറേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. സെയിം മെമ്മറി ലൊക്കേഷനിലേക്ക് സെയിം ടൈപ്പ് ഓഫ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് ആണെന്ത് അറേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് പഠിച്ചപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ലൈബ്രറി ഫങ്ഷൻ എന്താണെന്ന്, അതൊക്കെയാണ് ഫങ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പഠിച്ചത്. അടുത്തത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് നമ്മുടെ +2 ചാപ്റ്റർ 1 നമ്മൾ സ്ട്രക്ചർ എന്താ, പോയിൻ്റർ എന്താ, അതിൻ്റെ യൂസസ് എന്താണെന്നൊക്കെ പഠിച്ചു. ഇതൊക്കെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സിൽ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പഠിച്ച കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ കൺസെപ്റ്റ്സായ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനി എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്? പ്രോഗ്രാമിംഗ് പാരഡിഗം. അതായത് കുറച്ച് 2-3 ടൈപ്പ് ഓഫ് പാരഡിഗംസ് പഠിക്കാനുണ്ട് പ്രോഗ്രാമിങ്ങിൻ്റെ. ഹിസ്റ്ററി ഓഫ് പാരഡിഗം. നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷൻ പഠിച്ച പോലെ തന്നെ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോം ചെയ്തത്, അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് എങ്ങനെയാണ് പുതിയത് ആ ഒരു വളർച്ച പഠിക്കാനുണ്ട്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ്. പിന്നെ നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം. അതായത് നമ്മളിപ്പോൾ C++ൽ നമ്മൾ പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയണേ. അതിൻ്റെ പാരഡിഗം പഠിക്കാനുണ്ട്. അടുത്തത് കോംപ്ലക്സിറ്റി ഓഫ് പോപ്പ്. അതല്ലാണ്ട് ഡിസഡ്വാൻറ്റേജ്, അതായത് എന്തൊക്കെയാണ് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, എന്തുകൊണ്ടാണ് ഇത്ര കോംപ്ലക്സിറ്റി ആയി പോയതെന്നൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിന് ശേഷം ദെൻ കൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്? ഇനി നമുക്ക് ഈ ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 2 കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇത് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ എന്തെല്ലാം നമുക്ക് മനസ്സിലാക്കാം എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് ദി ചാപ്റ്റർ. ഇനി
ഇനി നമുക്ക് ചാപ്റ്റർ 2ൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ ചാപ്റ്റർ 2 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കമ്പയേഴ്സ് വേരിയസ് പ്രോഗ്രാമിംഗ് പാരഡിഗം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 പാരഡിഗം പഠിക്കാനുണ്ട്, പ്രൊസീജിയർ ഓറിയൻറ്റഡും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. ദെൻ ലിസ്റ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരഡിഗം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരഡിഗത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദെൻ ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡിഗം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ദെൻ എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻക്യാപ്സുലേഷൻ. പുതിയ 2 ടേംസ് നമ്മൾ പഠിക്കുകയാണ്, ഡാറ്റ അബ്സ്ട്രാക്ഷനും എൻക്യാപ്സുലേഷനും. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ദെൻ എക്സ്പ്ലെയിൻ ദി ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം വിത്ത് ദി ഹെൽപ്പ് ഓഫ് റിയൽ ലൈഫ് എക്സാമ്പിൾ. ഇവിടെ റിയൽ ലൈഫിലെ തന്നെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം എന്നിങ്ങനെയുള്ള പുതിയ കൺസെപ്റ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മേജർ ഡിഫറൻസ് ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് പ്രോഗ്രാമിംഗ് ആണ്, എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നതിൻ്റെ രീതിയിൽ ഏതാണ് എളുപ്പം എന്നുള്ളത് ഇതോടുകൂടി മനസ്സിലാവും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളെ ബേസിക് പ്രോഗ്രാമിങ്ങിൻ്റെ കൊച്ചു കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്നുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.